ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. കോടതിയിൽ നിന്ന് വിധി കേട്ട ശേഷം കുറ്റവിമുക്തനായി പുറത്തു വന്ന് ദിലീപ് നടത്തിയ ആദ്യ പ്രതികരണമാണ് കുറച്ചു മുമ്പ് നമ്മൾ കേട്ടത്. തന്റെ ജീവിതത്തിന് നേരെ, കരിയറിന് നേരെ കുറ്റകരമായൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ദിലീപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. ഒരു ക്രിമിനൽ പോലീസ് സംഘം അതിനുവേണ്ടി പ്രവർത്തിച്ചു, മാധ്യമപ്രവർത്തകരെ അതിനുവേണ്ടി സ്വാധീനിച്ചു, സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ദിലീപ് തന്റെ ഒപ്പം നിന്നവർക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിനൊപ്പം തന്നെ മുന്നോട്ട് വെച്ച പ്രതികരണം എന്ന് പറയുന്നത്. എസ് രാഗിന് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ അഭിഭാഷകനെ വീട്ടിലെത്തി നേരിട്ട് കണ്ടിട്ടുണ്ട് ദിലീപ്. ഗൂഢാലോചന നടന്നു എന്ന ആരോപണത്തിന് വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം നിയമ നടപടി വേണമോ എന്ന് ആലോചിക്കുമെന്ന് ബി രാമൻപിള്ള പറഞ്ഞു. ബി രാമൻപിള്ളയും മുനവച്ച പരാമർശങ്ങൾ നടത്തി. ഇതാ ഇപ്പോൾ ദിലീപ് ആലുവയിലെ വീട്ടിലേക്ക് എത്തുന്നു. ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുദ്രാവാക്യങ്ങളുണ്ട്. വലിയ ജനക്കൂട്ടം ദിലീപിന്റെ വീടിന് മുമ്പിലുണ്ട്. മുദ്രാവാക്യങ്ങളോടെ ആണ് ദിലീപിനെ സ്വീകരിക്കുന്നത്. വീടിനകത്തേക്ക് കയറാൻ കഴിയാത്തത്രയും വലിയ ജനക്കൂട്ടം, മാധ്യമ സംഘങ്ങളുമുണ്ട്. ദിലീപിന്റെ അനുയായികളും ദിലീപിന്റെ ആരാധകരും ആഹ്ലാദത്തോടു കൂടിയാണ് ദിലീപിന് അനുകൂലമായ വിധിയെ ദിലീപിന്റെ അനുകൂലികൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അത് ഒരുപക്ഷെ ആ വിധി പ്രൊണൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ കോടതിയുടെ പുറത്ത് വലിയ ആഘോഷമുണ്ടായിരുന്നു, മധുര വിതരണം നടക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയാണ് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് എന്നത് വ്യക്തവുമായിരുന്നു. ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മധുര വിതരണം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂടിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിലീപ് തന്റെ ആദ്യത്തെ പ്രതികരണം പൂർത്തിയാക്കുകയും ചെയ്തത്. ഇപ്പോൾ ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ, പത്മസരോവരത്തിന് മുന്നിലുള്ള ആൾക്കൂട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൊബൈൽ ക്യാമറകൾ ഓണാക്കി വെച്ച മൊബൈൽ ക്യാമറകളും മുദ്രാവാക്യങ്ങളും ആരവങ്ങളും ആഘോഷങ്ങളുമായിട്ടാണ് ദിലീപിന്റെ അനുകൂലികൾ ദിലീപിനെ തിരികെ സ്വീകരിക്കുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. വിഷ്ണു, കേൾക്കാമോ? എത്രത്തോളം വലിയ വരവേൽപ്പാണ് ദിലീപ് അനുകൂലികൾ നൽകുന്നത്? മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി എന്ന് തന്നെ പറയാം. കാരണം കോടതിയിൽ ഈ 6 പേരെയും കുറ്റവാളികളായി നിശ്ചയിക്കുമ്പോൾ തന്നെ ബാക്കി 2 പേരുടെ ബലം പിന്നീടാണ്, അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള 2 പേരുടെ വിധി വന്നത് അല്പസമയത്തിന് ശേഷമാണ്. പക്ഷേ ആ വിധി വന്ന ഉടനെ തന്നെ ദിലീപിന്റെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഗേറ്റിന് വെളിയിൽ ഏതാനും ആരാധകർ കേക്കും മധുര ലഡ്ഡു ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷം പങ്കിട്ടു. ഏറെ നേരമായി കുറേ ആളുകൾ, അതായത് ആദ്യം ഈ വിധി വന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുണ്ടെങ്കിലും പിന്നീട് ഈ വാർത്ത വന്നതിന് പിന്നാലെ ധാരാളം ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ ദിലീപിന്റെ ആലുവ മണപ്പുറത്തുള്ള വീടിന് മുന്നിലേക്ക് എത്തി. ഇപ്പോൾ അല്പസമയം മുൻപാണ്. കാരണം വിധി വന്നതിന് പിന്നാലെ ദിലീപ് പറഞ്ഞതുപോലെ അഭിഭാഷകനെ എന്നും ഓർക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഭിഭാഷകന്റെ വീട്ടിലായിരുന്നു ആദ്യം പോയത്. രാമൻപിള്ള വക്കീലിന്റെ വീട്ടിൽ പോയി അവിടെ ഏതാനും നിമിഷം ചെലവഴിച്ച ശേഷമാണ് ഇപ്പോൾ അല്പം മുൻപാണ് ആലുവ മണപ്പുറത്തുള്ള ദിലീപിന്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയത്. ഏതായാലും വലിയ വരവേൽപ്പാണ്. ഈ വീട്ടിലോട്ട് കയറുന്നതിന് ഏതാനും മീറ്ററുകൾ മുൻപ് അവിടെ വാഹനം നിർത്തി അവിടെ നിന്നും നടന്നാണ് ദിലീപ് ഈ വീട്ടിലോട്ട് വന്നത്. ആ വീടിന്
വീടിന്റെ മുന്നിൽ പ്രത്യേകം ഒരു കേക്ക് സജ്ജമാക്കിയിരുന്നു. ആരാധകരുടെ സന്തോഷം പങ്കിടാനായി ഒരു കേക്ക് സജ്ജമാക്കിയിരുന്നു. അകത്തോട്ട് പോയ ദിലീപ് വീണ്ടും തിരികെ പുറത്ത് വന്ന് ആ കേക്ക് മുറിച്ച് അവരുടെ ഒപ്പം ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ദിലീപ് വീടിന് അകത്തോട്ട് കയറി പോയിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു ജനക്കൂട്ടം ഇവിടേക്ക് എത്തിയിരുന്നു. നിയന്ത്രിക്കാൻ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. ആ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ട ഒരു വിധി എന്ന് പറയാം. അതിൽ വലിയ ആഹ്ലാദത്തിലാണ് ഓരോ പ്രവർത്തകരും ദിലീപിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചും ദിലീപ് കണ്ണേക്കരലെ ദിലീപ് അടക്കമുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു ഈ കാണുന്ന ജനസഞ്ചയം ഇവിടെ ദിലീപിനെ സ്വീകരിച്ചത്. ഏതായാലും വലിയ ആഘോഷത്തോടെയുള്ള ഒരു വരവേൽപ്പ് വന്നപ്പോൾ തന്നെ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മധുരം ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം, ഒരു വരവേൽപ്പാണ് ഇപ്പോൾ ഈ ദിലീപിന്റെ ആരാധകർ എന്ന് പറയുന്ന ഒരു കൂട്ടം, ഈ ജനസഞ്ചയം ഇവിടേക്ക് എത്തി ആ വലിയ ആഘോഷത്തോടു കൂടി വരവേറ്റ് ഇപ്പോൾ ദിലീപ് വീടിനകത്തേക്ക് പോയിരിക്കുകയാണ്. പ്രതികരിക്കാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. വലിയ ജനത്തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും വലിയ പട തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ പ്രതികരണമൊന്നും കൃത്യമായി തന്നെ പറയാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഏതായാലും ദിലീപ് ഇപ്പോൾ ആ വിധിക്ക് ശേഷം, കുറ്റവിമുക്തനാക്കപ്പെട്ട ആ വിധിക്ക് ശേഷം ആലുവയിലെ പത്മസരോവരം വീട്ടിൽ എത്തിയിരിക്കുന്നു, മടങ്ങി എത്തിയിരിക്കുന്നു. ദിലീപും അതുപോലെ ദിലീപിന്റെ കുടുംബാംഗങ്ങളും, സഹോദരൻ ഉൾപ്പെടെയുള്ള അനൂപിന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവരായിരുന്നു നേരത്തെ ഈ വിധി കേൾക്കുന്നതിനായി കോടതിയിലേക്ക് പോയത്. അതോടൊപ്പം തന്നെ 10ാം പ്രതിയായിട്ടുള്ള ശരത് ജി നായരും വിഷ്ണുപ്രകാശാണ് ആലുവയിലെ ദിലീപിന്റെ വീടിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. വലിയ ആഘോഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ആ ദിലീപിന്റെ വീടിന് മുന്നിലുള്ള സ്ഥലം. ആരാധകർക്കൊപ്പം കേക്ക് മുറിച്ചുകൊണ്ടാണ് ദിലീപും ഈ വിജയം ആഘോഷിച്ചത്. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ കുറ്റവാളികളെ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ കൂടി കാണാം. അവരെ ഇനിയിപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകും. ദിലീപ് കുറ്റവിമുക്തനായതുകൊണ്ട് ജയിലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെത്തിയിരിക്കുന്നു ദിലീപ്.